നിരവധി ചരിത്രശേഷിപ്പുകളുടെ ശേഖരം ഇവിടെയുണ്ട്. അതിന് പിന്നിലാകട്ടെ ഒരു മനുഷ്യന്റെ അധ്വാനം. പുരാവസ്തു ശേഖരത്തോട് അതീവ താല്പര്യമുള്ള ധാരാളം പേരുണ്ട് നമുക്കിടയിൽ. അങ്ങനെയുള്ളവരെ കാത്ത് പ്രകാശ സ്രോതസ്സിനായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഹണ്ടി മുതൽ 100 വർഷം പഴക്കമുള്ള ബൈനോക്കുലർ വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യാപാര കേന്ദ്രമുണ്ട് തിരുവനന്തപുരം ചാലയിൽ. നിരവധി ചരിത്രമുണ്ട് ചാലയെക്കുറിച്ച്. മാർക്കറ്റിലെത്തിയാൽ കണ്ണിലുടക്കുന്ന ഒരു ശേഖരം കൂടെയുണ്ട്. ചാലക്കമ്പോളത്തോളം പഴക്കമുള്ളവയാണവ. ഇതാണ് മാർക്കറ്റിനകത്തുള്ള പുരാവസ്തു ശേഖരം മാത്രമുള്ള കട. പുതുതലമുറയ്ക്ക് അത്ര പരിചയമില്ലാത്ത പലതുമുണ്ട് ഇവിടെ. സന്ദർശകരുടെ തിരക്കും അതിശയിപ്പിക്കും. ഇവിടെ കരകൗശലമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. ഞാൻ തന്നെ വന്ന് കണ്ടപ്പോൾ അതിശയപ്പെട്ടു പോയി. അതായത് ഒരു തരം എന്താ പറയണ്ട, ഒരു പ്രത്യേക തരം സാധനങ്ങൾ. ഇത് കളക്ട് ചെയ്യാൻ തന്നെ വലിയ പാടായിരിക്കും. ചരിത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും പഠനം നടത്താൻ ഏറെയുള്ള ഇടം കൂടിയാണിത്. കട തുടങ്ങിയെന്ന് പറഞ്ഞാൽ 10-25 വർഷത്തെ പഴക്കമുള്ളതാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ചില ഒരു സാധനങ്ങളാണ്. ഇത് ഒരേ കസ്റ്റമർ ഏതാണ് ആവശ്യപ്പെടുന്നത് അതിനുള്ള വില നമ്മൾ നിശ്ചയിക്കണതാണ്. ചിലപ്പം മാർജിൻ ഉണ്ട്, ഇല്ലെന്നല്ല. ചെറിയ മാർക്കറ്റൊക്കെ ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ചില ആൾക്കാർ അങ്ങ് ചെന്ന് അത് നമ്മൾ പറയണ താല്പര്യം കൊണ്ടാണ് പാർട്ടികൾ എടുക്കണത്. പുതിയ കാലത്തും പഴമയെ തേടി ഇവിടെ എത്തുന്നത് വിദേശികളടക്കമുള്ളവരാണ്. അതൊരു 1-2 പേരുണ്ട്. അത് നമ്മളെ ഫോറിനേഴ്സാണ്. അതങ്ങനെ അവർ ഇഷ്ടപ്പെട്ട് കുറച്ച് ഫോട്ടോസൊക്കെയാണ്, പഴയ നമ്മളെ ഫോട്ടോസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് അവർ കളക്ട് ചെയ്തത്.